ഹായ്. അതായത് നമ്മളെപ്പോഴും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം ഹോൾ ബോഡി ചെക്കപ്പ് നടത്താറുണ്ടല്ലേ. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടോ, നമ്മളുടെ അവയവങ്ങളൊക്കെ കൃത്യമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹോൾ ബോഡി ചെക്കപ്പ് നടത്താറുണ്ട് അല്ലേ. പക്ഷേ ശരിക്കും നമ്മളുടെ ശരീരത്തിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിരന്തരം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശ്രദ്ധിച്ച് അതിൻ്റെ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബോഡിയിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ പ്രവർത്തനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്ത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് സ്ഥാനം കൊടുത്തിട്ട് അതിനെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ശരീരത്തിനെ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഹോൾ ബോഡി ചെക്കപ്പ് നമ്മൾ പുറത്ത് നടത്താതെ നമുക്ക് തന്നെ ആ ചെക്കപ്പ് നടത്താൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ വന്നൊരു മാറ്റം, ഇപ്പോൾ എൻ്റെ ഈ ഒരു വയറിൻ്റെ ഭാഗത്ത് ഡൈജഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ആ ഒരു വയറിൽ ആ ഒരു സ്പ്ലീൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അതായത് പ്ലീഹ എന്ന് പറയും. അതായത് നമ്മളുടെ വേസ്റ്റ് പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഓർഗനാണ്, ഒരു അവയവമാണ് ഈ സ്പ്ലീൻ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴായിട്ട് എനിക്ക് ചില സമയത്ത് അവിടെ ഒരു ബ്ലോക്ക് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും, അതായത് നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നും, നമ്മളുടെ ശരീരത്തിൽ നിന്ന് മലം പോകണം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ എങ്കിൽ ടോയ്ലറ്റിൽ ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾ ഒന്നും പോകത്തില്ല. അതായത് ബോഡിയിൽ നിന്ന് ആ മലം പുറത്തേക്ക് വരാനൊരു ബുദ്ധിമുട്ട്, അവിടെ ചിലപ്പോൾ ഗ്യാസ് കിടക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേങ്കിൽ അതിന് ഈ ഒരു സ്പ്ലീന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഓർഗനാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഈ വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഓർഗനാണ് ഈ സ്പ്ലീൻ എന്ന് പറയുന്നത്, പ്ലീഹ. അതായത് നമ്മളുടെ ബോഡിയുടെ ആ ഒരു ഇടത് ഭാഗത്തായിട്ട് വരും, വയറിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെയാണ് എനിക്ക് ആ ഒരു ബ്ലോക്കും ഒരു ടൈപ്പ് ഓഫ് ചെറിയൊരു പെയിനും ഒരു ഇച്ചിങ്, ഒരു ചൊറിച്ചൽ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലും ചില സമയത്ത് ഇങ്ങനെ പോകത്തില്ല. പക്ഷെ എനിക്ക് പോകണം അങ്ങനെ ഒരു മല അവിടെ കിടക്കുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് പുറത്ത് കളയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എൻ്റെ ശരീരത്തിനുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും എനിക്കിതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു അറിവൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനൊരു സാധനമുണ്ട്, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാം എന്നൊക്കെ. വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കാം, ചിലപ്പോൾ ഗ്യാസ് മാത്രമായിരിക്കാം, അങ്ങനെയൊക്കെ നമ്മളുടെ കുറച്ച് അസംഷൻസ് ഉണ്ടാകും. പക്ഷെ ഞാൻ എൻ്റെ ശരീരത്തിന് ശ്രദ്ധിച്ചിട്ട് വരുമ്പോൾ, എൻ്റെ ശരീരമാണല്ലോ, അപ്പോൾ അതിലെന്തൊക്കെ നടക്കണം, അതിലെന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ തന്നെ അറിയണ്ടേ. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ ഞാനത് എക്സ്പാൻഷൻ കോൺട്രാക്ഷനൊക്കെ ചെയ്ത് എപ്പോഴും ഞാൻ ഈ ബോഡിയിലുള്ള മാറ്റങ്ങൾ, ഭക്ഷണം കഴിച്ചാലും ഈ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ ശരീരത്തിനെ ശ്രദ്ധിക്കും, എന്താണ് അവിടെ ഫീൽ ചെയ്യുന്നതൊക്കെ. അങ്ങനെയുള്ള സമയത്താണ് ഇത് അനുഭവപ്പെട്ടത്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു അറിവ് എനിക്ക് കിട്ടി. അതായത് അവിടെ നീ ഒന്ന് ടച്ച് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ, നിനക്ക് ആ ഒരു അസ്വസ്ഥത തോന്നുന്ന ഏരിയയിൽ നീ ഒന്ന് ജസ്റ്റ് നിൻ്റെ കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്തു, വളരെ സ്നേഹത്തോടു കൂടി നീ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് സാവധാനം ഒന്ന് ചെയ്യുക എന്നുള്ളൊരു ഭാഗം എനിക്കെന്തോ എൻ്റെ ഉള്ളിൽ വന്നു. അതാരും എന്നോട് ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമൊന്നുമില്ല, അങ്ങനൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യുന്നൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നതാണ്. കാരണം ഇതെൻ്റെ ഒരു ആവശ്യമാണ്, എൻ്റെ ശരീരം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് എൻ്റെ ആവശ്യമായത് കൊണ്ട് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ അറിയേണ്ടതും അതിനുള്ളൊരു അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിത് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്ന് അവിടെ നീ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ അതിങ്ങനെ ചെയ്ത് അവിടെ എനിക്കൊരു ഡൗട്ടൊന്നുമില്ല, ഇത് ശരിയാണോ, ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ഒരു ഡൗട്ടുമില്ല. ഞാൻ അതിൻ്റെ കൂടെ തന്നെ പോയി അവിടെ പ്രസ് ചെയ്ത് ഇടത് ഭാഗത്ത് ആ ഭാഗത്തൊക്കെ ആ പെയിനുള്ള അസ്വസ്ഥതയുള്ള ഭാഗത്തൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് അധികം പ്രസ് ചെയ്യാതെ സാവധാനത്തിൽ സ്നേഹത്തോടു കൂടി ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ എനിക്കപ്പം തന്നെ എനിക്ക് ഫീൽ ചെയ്യാതും പറ്റി. അതായത് എനിക്ക് ടോയ്ലറ്റിൽ പോകണം. അങ്ങനെ ഞാൻ ടോയ്ലറ്റിൽ പോയി എൻ്റെ അവിടെ കെട്ടിക്കിടക്കുന്ന മലം കംപ്ലീറ്റ്ലി പോയി. അന്നേരം ഒരു ആശ്വാസം. അപ്പോഴാണ് ഈ ഒരു ഭാഗം എനിക്ക് റിയലൈസ് ചെയ്തത്. അതായത് നമ്മളെ മലം പോകുന്നുണ്ടെങ്കിലും അവിടെ പിന്നെയും കുറച്ച് ഭാഗമൊക്കെ കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ആ ഒരു സ്പ്ലീൻ എന്ന് പറഞ്ഞ ഒരു ഓർഗൺ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് അവിടെ കിടക്കും. അത് പിന്നെ വേറെ രോഗങ്ങളുണ്ടാക്കും. നമ്മുടെ ശരീരത്തിൽ തന്നെ
അറിയാമല്ലോ, പുറന്തള്ളേണ്ട സാധനം പിന്നെയും നമ്മൾ ശരീരത്തിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അതവിടെ ചീഞ്ഞ് വേറെ പ്രശ്നങ്ങൾ നമ്മുടെ രക്തത്തിൽ തന്നെ വേറെ അത് കണ്ടാമിനേറ്റഡ് ആക്കും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ അപ്പോൾ ഞാൻ ഈ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ കൈ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പവർഫുൾ സാധനമാണ്. നമ്മുടെ ജീവനാണല്ലോ ഇവിടെയും പ്രവർത്തിക്കുന്നത്. ഇത് നമ്മൾ വിചാരിച്ചത് കൊണ്ട് നടക്കുന്നൊന്നല്ല. നമ്മൾ വിചാരിച്ചത് കൊണ്ട് മാത്രമല്ല നമുക്ക് ഇതിനെ ചലിപ്പിക്കാൻ പറ്റുന്നത്. ആ ഒരു ലൈഫ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പവർ ഈ കൈക്കുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ അവിടെ ആ ഒരു ഓർഗൺ അതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റിൽ വന്ന് അത് ആക്ടിവേറ്റ് ആവുകയോ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഫ്രീ ആയിട്ട് ആ ഒരു വേസ്റ്റ് നമ്മളുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത്. ആ ഒരു ടച്ചാണ്. ഇതാണ് ശരിക്കും എനിക്കപ്പോൾ എന്നോട് തന്നെ ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു ഫീൽ വന്നു. അതായത് വേറെ ആരും നമ്മളെ കെയർ ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ അവരെ ഡിപ്പെൻഡൻ്റ് ആവശ്യമില്ല. നമുക്ക് തന്നെ നമ്മളെ കെയർ ചെയ്യാം. അത് നമുക്ക് കൈയും കാലും എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ തന്നെ നമ്മളെ ശരീരം മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എവിടെയൊക്കെ അസ്വസ്ഥതയുള്ളത്, ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു കേസ് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തൊക്കെ മസാജ് ചെയ്യണം, അവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ക്ലിയർ ആക്കണം എന്നൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ശരീരമാണല്ലോ, അപ്പോൾ അതിന് സ്നേഹത്തോടു കൂടി നിങ്ങൾ പ്രസ് ചെയ്ത് മസാജൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ നല്ല മാറ്റമുണ്ട്. അപ്പോൾ എനിക്കുണ്ടായ പോലെ തന്നെ നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞു തന്ന ഇൻഫോർമേഷനല്ല ഇങ്ങനെ വയറ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഐഡിയയോ അങ്ങനെ ഒന്നുമല്ല ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നൊരു ഭാഗം എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ സ്നേഹിക്കുക. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ശരീരത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ പ്രവർത്തനങ്ങളെയും അതിലുണ്ടാകുന്ന മാറ്റങ്ങളെയും ഒക്കെ നിങ്ങൾ അറിഞ്ഞറിഞ്ഞ് വരും. അതിൻ്റെ കൂടെ തന്നെ പോവുക. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ബാക്കി ഇത് മാത്രമല്ല, നമ്മൾ വേറെയും ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. ഈ ഭൗതിക ലോകത്ത് വേണ്ടിയിട്ട് ലോകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അപ്പോഴൊക്കെ ഈ ബോഡീനെ ശ്രദ്ധിച്ച് അതുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ ശരീരത്തിന് ആ ഹോൾ ബോഡി ചെക്കപ്പ് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് തന്നെ സ്വയം നമ്മുടെ ശരീരത്തിനെ ചെക്കപ്പ് ചെയ്യാം. എന്നിട്ട് എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട്, എന്തൊക്കെ തിരുത്താനുണ്ട്, എന്തൊക്കെ റിപ്പയർ ചെയ്യാനുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നം ബ്ലോക്കുകളുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് തന്നെ അത് മാറ്റാനുള്ള ഒരു ഇൻഫോർമേഷൻ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിയറായി, അത് ഓക്കെ ആയി. അതുപോലെ ചിലപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും. ആ വെള്ളം അപ്പം തോന്നുമ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ അവിടെ ശരീരം ഓക്കെ ആയി. അതിൻ്റെ ആ ഒരു ഹാർമണി സ്റ്റേറ്റിലേക്ക് അത് വരും. അതാണ് അത്രയും നമ്മൾ ചെയ്യേണ്ടുള്ളൂ. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു പോകുമ്പം അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ബോഡി ആവശ്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ആ കൃത്യസമയത്ത് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബോഡി എപ്പോഴും ആ ഒരു റിഫൈൻമെൻറ്റിൽ തുടരും. അപ്പോൾ പിന്നെ വേറെ രോഗങ്ങളൊന്നും ഉണ്ടല്ലോ. ഇപ്പം ഇതിപ്പം എൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. ശരീരം എന്തോ മുമ്പേ ഞാൻ ഇപ്പോൾ ഉള്ളതുപോലെയല്ല. ഞാനിതിന് മുന്നേയുള്ള എൻ്റെ ജീവിതത്തിൽ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊക്കെ ഞാൻ എൻ്റെ ശരീരത്തിന് എനിക്ക് അങ്ങനെ അറിവൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ബോഡീനെ ഞാനിങ്ങനെ ശ്രദ്ധിക്കണം എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിനെ നമ്മളെ തോന്നിയവാസത്തിന് നമ്മുടെ ശരീരത്തിനെ വിട്ടുകൊടുക്കും. അപ്പോൾ ചിലപ്പം കൃത്യസമയത്ത് വെള്ളം കുടിക്കുന്നുണ്ടാവില്ല, വെള്ളത്തിൻ്റെ കുറവുണ്ടാവാം, ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുന്നുണ്ടാവാം, ആ ഭക്ഷണം കഴിക്കുന്ന രീതി തന്നെ ചിലപ്പോൾ തെറ്റായിരിക്കാം, വേറെ കുറേ കാര്യങ്ങൾ, അനാവശ്യമായ കുറേ ചിന്തകൾ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ശരീരത്തിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിൽ നിന്ന് മാറിയിട്ട് എന്നെ ശ്രദ്ധിച്ചു വരുമ്പോഴാണ് എൻ്റെ ശരീരത്തിൽ മുന്നേ ഞാൻ തോന്നിയതുപോലെ കൊണ്ടു നടന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞു വരുന്നു. ഇവിടെ ഇന്നതൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വയറിൻ്റെ ഡൈജഷൻ്റെ പ്രശ്നം. അത് ആ ഒരു പോയിന്റിലാണ് എനിക്ക് കിട്ടിയത്. ആ ഒരു പോയിന്റിലാണ് എന്തോ ഒരു ബ്ലോക്ക് എനിക്ക് രൂപപ്പെട്ടത്. അവിടെ ഞാൻ ഇന്നത് ചെയ്യണം, അത് പെട്ടെന്ന് വന്നൊന്നല്ല, ഇങ്ങനൊരു സാധനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ പിന്നെയും എന്നെ എക്സ്പാൻഷൻ കോൺട്രാക്ഷനൊക്കെ ചെയ്ത് ആ ഒരു ലൈഫുമായി ചേർന്നിരുന്നിരുന്ന് പോയപ്പോഴാണ് പിന്നൊരു മൊമെൻറ്റിലാണ് ഇതിനിങ്ങനെ ടച്ച് ചെയ്താൽ മതി, ടച്ച് ചെയ്ത് കൊണ്ടുവരുമ്പം അവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പം തന്നെ അവിടെ ആ ഒരു ബോഡിയിലുള്ള ആ ഒരു കണ്ടാമിനേഷൻ പെടുന്നതായും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ചിലപ്പോൾ ഇനി ഞാനിത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ അത് പെർമനൻ്റലി ആ ഒരു പ്രോബ്ലം അവിടെ മാറും. ആ ഒരു ഓർഗണിന് എന്തായാലും നമ്മുടെ ശരീരത്തിന് ആ ഒരു എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു കപ്പാസിറ്റിയിലേക്ക് ഈ ഒരു അവയവം തിരിച്ചു വരും. എൻ്റെ ശരീരം മൊത്തത്തിൽ
ആ ഒരു കപ്പാസിറ്റിയിലേക്ക് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബോഡീനെ ശ്രദ്ധിക്കുക. ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ശരീരത്തിനെ ശ്രദ്ധിക്കുക, അതിന് പ്രാധാന്യം കൊടുക്കുക, അതിനെ ഇഷ്ടപ്പെടുക, അതിനെ സ്നേഹിക്കുക. അപ്പോൾ അവിടെ എന്തൊക്കെ വേണം, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പുറത്ത് ഒരു വ്യക്തിനോ ഒരു സ്ഥാപനത്തിനോ ഒന്നും ആശ്രയിക്കേണ്ടതൊന്നും വരില്ല. നമുക്ക് തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്ന ശരീരമാണല്ലോ. അപ്പോൾ അതിലെന്തൊക്കെ വേണം, എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനുള്ളൊരു ശരിക്കും അങ്ങനെ ഒരു കപ്പാസിറ്റി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളുടെ സൃഷ്ടിച്ച ആ ഒരു നമ്മളുടെ ബോഡിയിൽ അങ്ങനെയുള്ളൊരു ഇൻ്റലിജൻസ് ഉണ്ട്. നമ്മളുടെ ആ ഒരു സൃഷ്ടിയുടെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് എന്തൊക്കെ വേണം, നമ്മുടെ ശരീരത്തിന് അറിയാനുള്ളൊരു ഇൻ്റലിജൻസ് ആ ശരീരത്തിൽ തന്നെ ഉണ്ട്. അതിനറിഞ്ഞാൽ മാത്രം മതി. അതിന് വേറെ മെഷീൻസിൻ്റെയോ പുറത്തുള്ള ഒന്നിനെയും നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ.